ഒരു സാധനം മുന്നിൽ കൂടെ അങ്ങ് പാറി, കണ്ടായിരുന്നോ? നല്ല സെറ്റപ്പ് ബോളായിരുന്നു. ഇനി കുറച്ച് നേരം ഇങ്ങനെ വെക്കാം അല്ലേ? എങ്ങനെയാലും കുറച്ച് എടുക്കാതെ ഇവിടെ കിടക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ എന്തായാലും പന്നിയോ കാട്ടാട് മാന് അതൊക്കെ ഇതിൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. പിന്നെ ഇനിയിപ്പോൾ രാത്രി ഒന്നും വരില്ല എന്ന് വിചാരിക്കുന്നത് ആ ഒരു വിശ്വാസത്തോടു കൂടി കിടക്കാൻ പോവാണ്. പിന്നെ വിറക് എന്തായാലും ഒരു 12 മണി വരെ കത്താനുള്ള ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നേരി അങ്ങനെ പോഞ്ഞ് കത്തിക്കോളും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ ഞാനേ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഭയങ്കര ഒരു കയറ്റാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് കറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് കയറുമല്ലോ. കയറുമ്പോൾ ഇവിടെ ഈ സൈസ് ഇതാണ് ഒരു സൈസ് ഇലയാണ്. ഇതിൻ്റെയൊക്കെ ഇല ഉണങ്ങിയിട്ട് അപ്പോൾ ഭയങ്കരമായിട്ട് കറങ്ങി. ഞാനങ്ങ് പേടിച്ചും പോയി. പക്ഷേ ഒരു പരുവത്തിന് ഇങ്ങോട്ട് കയറി എത്തി. ഭയങ്കര ഒരു കുത്തനെ കയറ്റാട്ടോ. ഇവിടെ വരെ വണ്ടി പോവുള്ളൂ. മുകളിലോട്ട് വലിയ മലയാണ്. നമ്മൾ പണ്ട് ക്യാമ്പ് ചെയ്തൊക്കെ സ്ഥലമാണ്. പക്ഷേ നമുക്ക് മേളിലോട്ടൊന്നും കയറാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ലഗേജൊന്നും പിടിച്ച് മേളിലോട്ട് ഇപ്പോൾ കയറാനായിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ അതുവരെയും നമ്മൾ വണ്ടി പോകുന്നിടത്ത് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാൻ വിചാരിച്ചു. ഇരുട്ടായി. കുറച്ച് നേരത്തെ ഞാൻ വന്നതാണ്. പക്ഷേ അവിടെ താഴെ കുറച്ച് എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. എന്താ വെച്ചാൽ ഇതിങ്ങനെ കയറ്റായതുകൊണ്ടേ ഇതാണെങ്കിൽ വിചാരിച്ച പോലെ അങ്ങോട്ട് കയറി വരുന്നുമില്ല. ഈ ഇലയായിട്ട് അതിനകത്ത് കിടന്ന് കറങ്ങുക. ഇനിയിപ്പോൾ ഇറങ്ങി പോകുമ്പോൾ എന്താവും അറിയില്ല. അതുകൊണ്ട് അവിടെ എവിടെ നിർത്തിയിട്ട് നമുക്ക് ക്യാമറ കൊണ്ട് വെച്ച് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഇവിടെ തന്നെ അങ്ങ് സെറ്റാക്കാം കേട്ടോ. നമുക്കെന്തായാലും ഇവിടെ തന്നെ ടെൻറ്റ് വെച്ച് സെറ്റാക്കാം അല്ലേ? നമുക്കിവിടെ ചെറിയ ടെൻറ്റ് മതി. ശരിക്കും പെട്ടെന്ന് ഇരുട്ടായിട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. എന്താ വെച്ചാൽ നല്ല കാടല്ലേ. നമുക്ക് ആദ്യം തന്നെ കുറച്ച് വിറക് കിട്ടുമോ നോക്കാം അല്ലേ? എല്ലാ ലൈറ്റും കുറേശ്ശെ കത്തിച്ചേക്കാം. ഞാനെന്തായാലും കുറച്ച് വിറക് കിട്ടുമോ നോക്കട്ടെ. ഒരു സാധനം മുന്നിൽ കൂടെ അങ്ങ് പാറി, കണ്ടായിരുന്നോ? കാണൂല. തൽക്കാലം കുറച്ച് വിറക് കിട്ടി, അത് മതി, പിന്നെ എടുക്കാം അല്ലേ?
നമ്മൾ തൽക്കാലം ഇവിടെ തന്നെ ചെറിയൊരു തീയിടുക കേട്ടോ. എന്നിട്ട് ഒരു സമാധാനത്തിനുള്ള തീയാണിത്. വലിയൊരു കഷ്ണം വിറക് കിട്ടിയാൽ അതിങ്ങനെ വെച്ചു കൊടുക്കാമായിരുന്നു. കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ പറ്റിയനെ. സാറില്ല. നമ്മുടെ പാച്ചുവിൻ്റെ ടേബിൾ തന്നെയാണ് ഇന്നും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താ ചെയ്യാൻ സാറില്ല അല്ലേ. നമ്മളെന്തായാലും ഇന്നോടെ സെറ്റായി. നേരം പോയി, സമയം പോയിട്ട് നമ്മൾ ക്യാമ്പിങ്ങിന് വന്നാലുള്ള ഒരു വെപ്രാളാണിത്. അതായത് ഓൾറെഡി ഒറ്റയ്ക്കുമാണ്. പിന്നെ അതുപോലെ നമുക്ക് സമയം കൂടി പോയി കഴിഞ്ഞാൽ ആകെ ഒരു ജാതി വെപ്രാളായിരിക്കും. ആ ഒരു വെപ്രാളാണ് ഇപ്പോൾ എനിക്ക് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ പുതിയ സ്റ്റൗ മേടിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റൗ. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ല. അതുകൊണ്ട് കുറച്ച് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നേക്കാൾ കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ വില 700 സംതിങ് ആട്ടോ. 700 സംതിങ് എന്ന് പറഞ്ഞാൽ 799 രൂപ. അപ്പോൾ 780 രൂപ എങ്ങാണ്ട് അവരെടുത്തു. നല്ല കുറച്ച് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നേക്കാൾ ഓൺലൈനിൽ 400-500 വില, 600. പക്ഷേ ഇത് കുറച്ച് ക്വാളിറ്റി ഉണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്. ഞാൻ എന്നിട്ട് ഗ്യാസൊക്കെ കുത്തി നോക്കി, അപ്പോൾ ലീക്കൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മൾ ക്യാമ്പിങ്ങിൽ ഇതുവരെ ഉണ്ടാക്കാത്തൊരു സംഭവമാണ്. ഇത് ആട്ടപ്പൊടി കൊണ്ടുവന്നുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. നോക്കാം സെറ്റാവുമെന്ന്. ആദ്യം തന്നെ നമ്മുടെ പാത്രത്തിലോട്ട് മാവിടണം. അതിന് മുമ്പ് ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ. തീ കുറേശ്ശെ ഇങ്ങനെ കത്തുന്നേ ഉള്ളൂ. നമുക്കൊരു പുക മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും വരണമെന്ന് വിചാരിച്ചാലും ഈ പുക കാണുമ്പോൾ സ്റ്റോപ്പായിക്കോളും. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെണ്ണുമ്പിള്ള പറഞ്ഞു വിട്ടതാട്ടാ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അയ്യോ, ഉപ്പിട്ടില്ല. ഉപ്പെന്തി? അപ്പോൾ ഉപ്പ് ഇട്ടു.
ഇനി നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് ബോളാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കുള്ള ബോൾ റെഡിയായി. നല്ല സെറ്റപ്പ് ബോളായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇങ്ങനെ വെക്കാം അല്ലേ. എന്നിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഒന്ന് ചപ്പാത്തി. നമ്മുടെ ക്യാമ്പിംഗ് ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞിരുന്നു, പക്ഷേ ദോശ ഉണ്ടാക്കിയില്ല. നമ്മൾ ചപ്പാത്തി ഇന്ന് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോവാട്ടോ. ഇനി അത് കഴിഞ്ഞ് അതാകുമ്പോഴത്തേക്ക് നമുക്ക് സവാളയും ഇതൊക്കെ അരിഞ്ഞ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കണോ അല്ലേ നോക്കാം. നമ്മൾ കത്തി ഒരെണ്ണം പുതിയത് വാങ്ങി. നമ്മുടെ പെണ്ണുമ്പിള്ള പറഞ്ഞ് കത്തി പറ്റൂല കത്തി ഒരെണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും 2 സവാള എടുത്ത് സെറ്റാക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മാവൊന്ന് റെഡി ആയിക്കോളും. നമ്മളെ കട്ടിംഗ് ബോർഡ് ഞാൻ കഴുകി വെച്ചതാണ്, മറന്നുപോയി. പക്ഷെ ഇത് നല്ല കത്തി കേട്ടോ, ബ്ലേഡ് പോലത്തെ കത്തി. പക്ഷെ ഇത് വരെയാവും. അടിപൊളി കത്തി കേട്ടോ, നല്ല മുറിയുന്നുണ്ട്. നമുക്ക് തീയാണ് ഇനി കുറച്ച് വേണ്ടത്. അതൊരു വലിയ പ്രശ്നമാണ്. എന്താ വെച്ചാൽ ഇവിടെ ഒരു അത്ര സുഖമുള്ള സ്ഥലമല്ല. ഞാനും ആശാനും കൂടെ പണ്ട് ഇതിൻ്റെ മുകളിലാണ് ക്യാമ്പ് ചെയ്തത് കേട്ടോ. കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് പോകണം. അപ്പോൾ എന്നിട്ടൊരു സൗണ്ടൊക്കെ കേട്ടിട്ട് രാത്രി ഇറങ്ങിപ്പോയ സ്ഥലമാണിത്. തിരിച്ചിറങ്ങിപ്പോയ സ്ഥലം. എന്തെങ്കിലും ചെറിയൊരു സൗണ്ട് കേൾക്കുമ്പോഴേ ശരിക്കും പേടിയാവുക. ഇനി നമ്മുടെ ഗ്യാസ് കണക്ട് ചെയ്ത്, ഗ്യാസ് എവിടെ നമ്മുടെ പുതിയ സ്റ്റൗവിൽ നമ്മൾ ആദ്യമായിട്ട് കുത്താൻ പോവാണ്. ഇതാ പടച്ചോനെ ഭാഗ്യം. ഹായ്, അടിപൊളി. അടിപൊളി കേട്ടോ, ഒരു ലീക്കും ഇല്ല, ഒരു പ്രശ്നമില്ല. അയ്യോ, മറ്റേത് 2 എണ്ണം, നമ്മുടെ 2 സ്റ്റൗവും ലീക്കാണ്, ഭയങ്കര ലീക്ക്. കഴിഞ്ഞ വട്ടമൊക്കെ കണ്ടില്ലേ, ആകെ ഇടങ്ങാറായത്. ഇതിപ്പോൾ ആസിലെ നിർബന്ധിച്ചിട്ട് പോയിട്ട് മേടിച്ചാൽ ഇന്നലെ. അതായത് മീനങ്ങാടി ഭാഗത്ത് ഈ ടെൻറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അവിടുന്ന് മേടിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അവിടുന്ന് തന്നെ കുത്തി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ലീക്കുണ്ട്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നാൽ എടുക്കുമൊന്നുമില്ല, പിന്നെ തമാശയ്ക്ക് ഞാനങ്ങ് പറഞ്ഞതാണ്. നമുക്ക് ചെറിയൊരു ഒച്ചയും വെള്ളം കേൾക്കുമ്പോൾ തന്നെ ഒരു വെപ്രാളം. എന്താണെന്നറിയോ, ചെറുതായിട്ട് എന്തെങ്കിലും നടന്നു പോയാൽ, ഒരു ചെറിയ എലി നടന്നാൽ കൂടെ ഭയങ്കര സൗണ്ടായിരിക്കും, ഈ കരിയിലയുടെ സൗണ്ടേ. അങ്ങനൊരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കൂടും. രാവിലെ അറിയുള്ളൂ ഇവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് കേട്ടോ. നമ്മൾ വന്നത് കുറച്ച് ലേറ്റായി പോയില്ലേ. ഇനി ഇറങ്ങി പോകാനൊരു പാടാണ് നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് വെച്ചിട്ട്. നോക്കണം, എന്തായാലും ഇതൊന്ന് സെറ്റാക്കട്ടെ. ഇതിൻ്റെ മേളിൽ വെക്കാം അല്ലേ ലൈറ്റ്.
നമ്മൾ ശകലം ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഇനി ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ സംഭവം ആയിക്കോളൂ അല്ലേ. ഓക്കെ, സെറ്റ്. അതൊന്ന് തിളച്ചിട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം അല്ലേ. നമ്മുടെ തീ എന്താ ചെയ്യപ്പോൾ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് കുറച്ച് വിറക് എന്തായാലും പോയി എടുക്കണം. എങ്ങനെയാലും കുറച്ച് വിറക് എടുക്കാതെ ഇവിടെ കിടക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ എന്തായാലും പന്നിയോ കാട്ടാട് മാന് അതൊക്കെ ഇതിൽ വരുന്ന സ്ഥലമാണ്. ഇതങ്ങ് ഓഫാക്കി വെക്കാം അല്ലേ. ഇനി നമ്മുടെ ചപ്പാത്തിയുടെ മാവ് അടിപൊളിയായല്ലോ. നാല് ചപ്പാത്തി. നമ്മുടെ ക്യാമ്പിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. റെഡിയാവുമെന്നൊന്നും അറിയില്ല. ഇത് പരത്തണൊരു സാധനം വേണ്ടേ. അതെന്തുകൊണ്ട് പരത്തുക? ഇതുകൊണ്ട് പരത്താൻ പറ്റുമോ? വെളിച്ചെണ്ണ കുപ്പി. യെസ്. വലിയ പാടാ. കൈ കൊണ്ട് തന്നെ വരത്താം അല്ലേ. നമ്മുടെ ചപ്പാത്തി ഒരു പരുവത്തിന് ശരിയായിട്ടുണ്ട്. കുറച്ച് കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം അല്ലേ. 4 ചപ്പാത്തി ഉണ്ട്. കുഞ്ഞൻ ചപ്പാത്തിയാണ്, കുഴപ്പമില്ല. ഇത് വേവോന്ന് അത്ര കട്ടിയായതുകൊണ്ട്. ഇനി നമ്മുടെ സ്റ്റൗ എടുത്ത് വെക്കണം. അപ്പച്ചട്ടിയാണ് ചപ്പാത്തിക്ക് വെക്കണത് കേട്ടോ. എണ്ണ വേണോ? വേണ്ട അല്ലേ. എണ്ണ വേണ്ടി വരുമോ? ചപ്പാത്തിക്ക് എണ്ണയാക്കുമോ ചട്ടിയിൽ? ഇല്ലല്ലേ. ഒരു ചപ്പാത്തി ഇട്ടു കേട്ടോ.
ആ സെറ്റാവുണ്ട് കേട്ടോ, നല്ല സെറ്റപ്പാവുണ്ട്. പക്ഷെ കുറച്ച് കട്ടി കൂടിയതുകൊണ്ട് ഉള്ള പ്രശ്നമേ ഉള്ളൂ കേട്ടോ. വേവുന്നുണ്ട്. ആയ് അടിപൊളി. ഇത് ഇനി കട്ടി കുറയ്ക്കാൻ പറ്റില്ല. ആയി വാ, അത് റെഡിയായി. സെറ്റ്. പെണ്ണുമ്പിള്ള പറഞ്ഞതാണ് ഇന്ന് ഞാൻ വരാമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങോട്ടൊന്നും അവളെ കൊണ്ടുവന്നാൽ ശരിയാവില്ലല്ലോ, എന്താ വെച്ചാൽ നല്ല കാടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വരണ്ട, 2 ദിവസം കഴിഞ്ഞ് വേറെ സ്ഥലത്തോട്ട് വന്നോളാൻ പറഞ്ഞു. അതിന് ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. ഒരു 5 വട്ടം വിളി കഴിഞ്ഞിപ്പോൾ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ ഈ വയ്യാതായിട്ട് കുറേ അതിൽ പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട്, അതുകൊണ്ട് ഒരു പേടി. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഒരു ചെറിയൊരു കുത്തൽ പോലെ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡിയായി. ഇനി നമ്മൾ കുറച്ച് കാപ്പി കൂടി വെച്ചാൽ സംഭവം ഓക്കെ. കാപ്പി ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് ഒതുക്കി പൊറുക്കി വെക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ കാപ്പി തിളച്ചു, ഇനി അതങ്ങ് ഓഫാക്കാം. അപ്പോൾ അതും റെഡി. അടിപൊളി കാപ്പി. ഇനി നമ്മുടെ മുട്ട റോസ്റ്റ്. ആയിവാ, മുട്ട റോസ്റ്റ് തണുത്തുട്ടാ. മുട്ട റോസ്റ്റും ചപ്പാത്തിയും അടിപൊളി. നല്ല ടേസ്റ്റായിട്ടാ, നല്ല വിശക്കണമുണ്ട്. ഭക്ഷണം കഴിഞ്ഞ പാടുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒതുക്കുക, പോയി വിറക് എവിടുന്നേലും കൊണ്ടുവരിക. വിറകില്ലാണ്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല. നമുക്ക് വണ്ടി കിടക്കായിരുന്നു, പക്ഷേ വണ്ടി കിടക്കാൻ പറ്റിയൊരു സംഭവമല്ല, സെറ്റിങ്സ് അല്ല. നമ്മൾ ടാക്സി വണ്ടി ആയതുകൊണ്ടേ അങ്ങനൊരു സെറ്റിങ്സ് ആക്കിയിട്ടില്ല. എന്തായാലും നമ്മുടെ ഫുഡ് സെറ്റായിട്ടോ. അടിപൊളി.
എന്തായാലും പാത്രങ്ങളൊക്കെ എടുത്തുനിന്ന് കഴുകി എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. ടേബിളങ്ങ് മറക്കി വെക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡടി കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇനി നമുക്കേ വിറകാണ് വേണ്ടിയത്. കുറച്ച് വിറകുണ്ടെങ്കിൽ ധൈര്യത്തിൽ ഇവിടെ കിടക്കാം. 2 കഷ്ണം കൂടി കിട്ടുമോ നോക്കാം അല്ലേ. എങ്ങോട്ടാ ഇപ്പോൾ പോവുക? ഇവിടെ വിറക് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇത്രയും വലിയ കാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കഷ്ണം വിറകില്ല. ഇങ്ങോട്ടൊക്കെ പോകാൻ തന്നെ ഒരു പേടിയാണ്. അങ്ങോട്ടൊരു വഴിയുണ്ടല്ലോ. അങ്ങോട്ട് പോകണ്ടല്ലേ. കരിയിലെല്ലാം കത്തിച്ച് സെറ്റാക്കാം. ഒരു കഷ്ണം നമുക്ക് കിട്ടി. ഇലയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കാം. കത്തി പിടിച്ചാൽ കത്തിക്കോളും, നല്ല ഉണങ്ങിയതാ, പുകഞ്ഞങ്ങ് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഭാഗം ക്ലിയറായി.
അത്യാവശ്യം ചൂടുണ്ട്, തണുപ്പ് ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മഞ്ഞുണ്ടാവും. ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ മഞ്ഞില്ല. മഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരും. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. പിന്നെ ഇനിയിപ്പോൾ രാത്രി ഒന്നും വരില്ല എന്ന് വിചാരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടു കൂടി കിടക്കാൻ പോവുകയാണ്. പിന്നെ വിറക് എന്തായാലും ഒരു 12 മണി വരെ കത്താനുള്ള ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നേരി അങ്ങനെ പൊഞ്ഞ് കത്തിക്കോളും. അപ്പോൾ ബാക്കി എന്തായാലും രാവിലെ നോക്കാം അല്ലേ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ചൂടുണ്ട്, തണുപ്പായിട്ടില്ല. എനിക്ക് നല്ല തണുപ്പിന് ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേ തണുപ്പാവുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്, മഞ്ഞായിട്ടില്ല. എന്തായാലും കിടക്കാം അല്ലേ. ലൈറ്റ് ഇതിടണ്ടല്ലേ, ഇതിട്ട തണുക്കും. ഇതാകുമ്പോൾ കുറച്ച് കാറ്റ് കയറിക്കോളും. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മുടെ ക്യാമ്പിങ് അടിപൊളിയായിരുന്നു. തണുപ്പ് ഇന്നിപ്പോൾ വലിയ തണുപ്പില്ല, എന്നാലും തണുപ്പുണ്ട്. ഇന്നലത്തെ ഉറക്കമാണ് നമുക്ക് ഒരു രക്ഷയില്ലാത്ത ഉറക്കമായി പോയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം ഉറങ്ങിയിട്ടില്ല ഞാൻ. പേടിച്ചിട്ട് സത്യം പറഞ്ഞ തുറന്ന് പറയാണ്, ഉള്ളത് ഓപ്പണായിട്ട് പറയാണ്, ഞാൻ പേടിച്ച് വിറച്ചുറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3:30 ആയപ്പോഴാണ് ശരിക്കും ഒന്ന് കണ്ണിങ്ങനെ മാളി അറിയാതെ കണ്ണിങ്ങനെ അടഞ്ഞു പോണത്. എന്താ വെച്ചാൽ അതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താ വെച്ചാൽ വേറെ ഒരു സംഭവം ഇവിടെ ഇല്ല. പക്ഷേ ഈ ഉണങ്ങിയ കരിയില ഇങ്ങനെ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, വല്ലാതെ എന്നെ ഭയപ്പെടുത്തി കളഞ്ഞു. അതായത് എന്തൊക്കെയോ നമ്മളെ ചുറ്റിനും വരുന്ന പോലുള്ള സംഭവം. വേറൊന്നുമില്ല, വല്ല കാട്ടാടോ പന്നിയോ ഒരു എലി പോയാൽ പോലും അത്രയും സൗണ്ടാണ്. പക്ഷേ അങ്ങനെ ഞാൻ മൈൻഡ് ഡൈവേർട്ട് ആക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഉറക്കാൻ പറ്റിയില്ല, ഉറങ്ങാൻ തീരെ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷേ വല്ലാണ്ട് ഭയപ്പെടുത്തി കളഞ്ഞു എന്നെ രാത്രി. ഒരു നിഗൂഢമായ രാത്രിയായിരുന്നു ഇന്നലത്തെ രാത്രി. ഇനിയിപ്പോൾ നിഗൂഢത പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകണില്ല. ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കി കുടിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ റോഡില്ലേ, ഇറങ്ങിപ്പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ഈ വഴിയിലെ ഇല മൊത്തം ആദ്യം അടിച്ച് വാരി കളയണം, അല്ലെങ്കിൽ നമ്മുടെ ഈ വണ്ടി തെന്നിപ്പോവും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ആ റൂട്ട് ഞാൻ കാണിച്ചു തരാം. ചായ ഇട്ടിട്ട് കാണിച്ചു തരാം. ഓ, നമ്മുടെ തലയെക്കെട്ട് കെട്ടാൻ മറന്നുപോയല്ലോ. തലയെക്കെട്ടില്ലാതെ എന്നെ ആദ്യമായിട്ടല്ലേ എല്ലാവരും കാണുന്നത്. ഇനി നല്ല ചൂടുള്ള കാപ്പിയും കുടിക്കുക.
അയ്യോ സിറ്റി അയ്യോ അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് ഇത് നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര ഒരു ഇറക്കാണ്. അപ്പോൾ ആ ഇറക്കത്തിൽ ഇതേപോലെ ഈ സാധനം കണ്ടോ, ഈ ഉണങ്ങിയ ഇല അതിൽ വീല് തട്ടിയിട്ട് തെന്നും. അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഞാൻ ഒരു ഇതിലായിട്ടാണ് കയറി വന്നത്. ഞാനൊരു അരമണിക്കൂർ എടുത്ത് ഇങ്ങോട്ട് കയറാൻ എന്താ വെച്ചാൽ സ്ലിപ്പായി പോവുക, കറങ്ങുക, ഒരു വീൽ ഇങ്ങനെ കിടന്ന് കറങ്ങുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇറക്കാണ്. അപ്പോൾ ഇത് ഇനി നമ്മൾ ഇലയൊക്കെ അടിച്ച് ഇങ്ങനെ മാറ്റിയിട്ട് വേണം ഇറങ്ങിപ്പോകാൻ. എനിക്കാണെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസും ആയിട്ടില്ലല്ലോ ഓട്ടോയിലേ. നമ്മൾ സ്കൂട്ടി ഓടിക്കുന്ന പോലെ അല്ലല്ലോ ഓട്ടോ, അപ്പോൾ അത് കയ്യിൽ നിൽക്കില്ല ചിലപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മുടെ സൂര്യനൊക്കെ വന്നു തുടങ്ങി. ഞാൻ എന്തായാലും കാപ്പി കുടിച്ചിട്ട് വിടുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ ഞാനപ്പോൾ എന്തായാലും ഇതുണ്ടോ സാധനങ്ങളൊക്കെ ആകെ പരന്ന് കിടക്കുക, എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് ഞാൻ എന്തായാലും വിടുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യട്ടോ. പിന്നെ കമൻറ്റുകളൊക്കെ ചെയ്യും, പിന്നെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ.